എല്ലാവർക്കും നമസ്തേ. നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു, തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന അങ്ങ് ഇറക്കി. എന്താണെന്നറിയൂ? സമരം ചെയ്യുന്നവർക്ക് നട്ടെല്ല് വേണം കേന്ദ്രമന്ത്രിയോട് അവരുടെ ആവശ്യങ്ങൾ പറയാൻ, അല്ലാതെ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ട് പാടുന്നതുമായിരുന്നു അവർ മന്ത്രിയെ കണ്ടപ്പോൾ ചെയ്തത്. നട്ടെല്ല് വേണം അത്രയും. അത് പറയുന്ന ആരാന്ന് മനസ്സിലായിക്കോണം. നട്ടെല്ല് ഒന്നല്ല, ഒരുപാട് നട്ടെല്ലുള്ള ഒരു മാന്യയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇത് പറയാൻ കാരണം, ഇവരുടെ ഓരോ പരിപാടികൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന വിവരക്കേടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നുണ്ട്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്: വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. അവരെവിടെ പോയാലും അവരുടെ വീട് അവരുടെ തലയ്ക്കകത്തിൽ കൊണ്ട് നടക്കുന്നു. ഇംഗ്ലീഷിലതാ പറഞ്ഞത്. അതും അവർ ഏത് വിഷയമാണ് പഠിപ്പിച്ചതെന്ന് ഓർക്കണം. ഇംഗ്ലീഷ് പ്രൊഫസറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആ വിദ്യാഭ്യാസം നിലവാരം എന്തുമായിരുന്നു? ഇവരെങ്ങനെയാണ് ആ ഡിഗ്രി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡിഗ്രി എടുത്തത്? അപ്പം തികച്ചും വ്യാജമാണെന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരു നഴ്സറി സ്റ്റുഡൻറ്റ്, അതുകൊണ്ട് പ്രീ പ്രൈമറി അപ്പർ പ്രൈമറി സ്റ്റുഡൻറ്റ് പോലും ഇതുപോലെ വിവരക്കേട് പറയത്തില്ല ഇംഗ്ലീഷ്. ഞാൻ എവിടെ പോയാലും എൻ്റെ വീടെടുത്ത് ഞാൻ തലയ്ക്കകത്തിൽ വെച്ചുകൊണ്ട് പോകുന്നു. തലയ്ക്ക് പുറത്തുമല്ല, തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇവരുദ്ദേശിച്ചത് എന്തുമായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവരുദ്ദേശിച്ച ഇവർ മന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ഓഫീസ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. എൻ്റെ ഓഫീസിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവർ പറഞ്ഞു എന്തുവെന്നറിയും? ഞാൻ എവിടെ പോയാലും എൻ്റെ വീടെടുത്ത് എൻ്റെ തലയ്ക്കകത്തി വെച്ചുകൊണ്ട് നടക്കുന്നു. ഒന്ന് അവർ പറഞ്ഞ ഒരു വിവരക്കേടാണ്. അത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ട് നോക്കുക. Wherever I go, I take my house in my head. അത് കേട്ടു, കണ്ടു, നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. പിന്നെ അടുത്ത് ഈ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ മരിച്ച സമയത്ത് ഇവരെ കൊണ്ട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ മറുപടി: ഹീ സാങ് മെനി സോങ്സ് വിത്ത് ഡൈവേഴ്സ് സ്പിരിറ്റ്. ഇതവർ പറഞ്ഞ അർത്ഥം, ഈ വിവിധ എന്തുവാ അവരോട് ചോദിച്ചത് ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നോ മറ്റോ ആണ്. അപ്പം അവർ പറഞ്ഞ മറുപടി ഇതാണ്: ഇതിൻ്റെയൊക്കെ അർത്ഥം ശരിയായിട്ടുള്ള രീതിയിൽ അർത്ഥമൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ ഇംഗ്ലീഷ് പ്രൊഫസർ ആയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇവരെ അനർഹമായി തന്നെയാണ് ഈ പദവിയിലെല്ലാം. എനിക്ക് തോന്നുന്നു പ്രൊഫസർ പ്രിൻസിപ്പളായോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ ആർ ബിന്ദു എന്നാണ് പറയുന്നത്. നമ്മുടെ ജെയ്സി തോമസോ പിന്നെന്തോ വാഴക്കൊല വെച്ച് ഇതെടുത്ത് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, നമ്മുടെ മുൻ യുവജന കോർപ്പറേഷൻ ചെയർമാനോ മറ്റോ എന്തോ ചിന്താചരോ, ഇവരൊക്കെ എടുത്തതിൻ്റെ കൂട്ടുള്ള ഇതായിരിക്കും ഇവരുടെ ഡോക്ടറേറ്റ്. കാരണം ഇവർ വലിയ നേതാവിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറിൻ്റെ ഭാര്യയല്ലേ, മുൻ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി CPM-ൻ്റെ വിജയരാഘവൻ്റെ ഭാര്യയല്ലേ. അപ്പം ഇവർ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ പാസ്സാക്കാൻ പാർട്ടിക്കറിയാം. വീട്ടിൽ ഇരിക്കുന്ന SFIക്കാർ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നവരുണ്ട്. PSC പരീക്ഷ അങ്ങനെ പരീക്ഷ എഴുതാതെ വീട്ടിൽ കൊണ്ടുവച്ച് ജയിപ്പിച്ച് ജോലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നടക്കുമ്പോൾ ഇവരെങ്ങനെ ഇവർ നേടിയ ഈ ഡിഗ്രികളെല്ലാം വ്യാജമാണെന്ന് നമുക്ക് സംശയിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹതി ഇപ്പം മന്ത്രിയാണ്.
ആ ഒരു പദവിയിലിരിക്കുമ്പോൾ അതിന് നട്ടെല്ല് വേണം. ഇങ്ങനെ വിവരക്കേട് പറയാൻ നട്ടെല്ല് വേണം. വീട് തലയിൽ വെച്ചുകൊണ്ട് തലയ്ക്ക് അകത്ത് വീടും വെച്ചുകൊണ്ട് നടക്കുമെന്ന് പറയാൻ നട്ടെല്ല് വേണം. ഞാൻ എവിടെ പോയാലും എൻ്റെ തലയ്ക്കകത്ത് വീടും വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പറയാൻ ഉള്ള നട്ടെല്ല് വേണം. പിന്നെ ഇതേപോലെ വിവരക്കേട് കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഒരു പ്രൊഫസർ എന്ന പദവിയിലിരുന്നു കൊണ്ട് ഒരു കോളേജിലെ കുട്ടികളെ ഇതേപോലുള്ള വിവരക്കേടുകൾ പഠിപ്പിക്കാൻ അതിന് നട്ടെല്ല് വേണം. ഉന്നത വിദ്യാഭ്യാസം എന്തുവാണെന്ന് അതിനെക്കുറിച്ച് ഏക്കും പൂക്കും അറിയാതെ ആ വകുപ്പ് ഭരിക്കണമെന്നുണ്ടെങ്കിലും അതിനും നട്ടെല്ല് വേണം. ഇങ്ങനെ എന്ത് വിവരക്കേട് പറയുന്നതിനും നട്ടെല്ല് വേണം. ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വിഡ്ഢികളാക്കാൻ നട്ടെല്ല് വേണം. ഇതെല്ലാം നട്ടെല്ല് വേണമെന്ന് അവർ പറയും. നട്ടെല്ല് വേണം. ഇങ്ങനെയുള്ള നട്ടെല്ല് ആ സമരം ചെയ്യുന്ന ആശമാർക്കില്ല. ഇവരെ പോലെ നാട്ടുകാരെ പറ്റിക്കാനുള്ള നട്ടെല്ല് അവർക്കില്ല. അവർക്ക് നട്ടെല്ലുണ്ട്. അവർക്ക് സമരം ചെയ്യാൻ നട്ടെല്ലുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്ക് അർഹമായിട്ടുള്ള കൂലി വേണം എന്ന് പറയാൻ അവർക്ക് നട്ടെല്ലുണ്ട്. ഇത് ആവശ്യപ്പെടാനും കാരണമുണ്ട്. CPM-ൻ്റെ രണ്ടാമത്തെ ഭരണ സമയത്ത് അവരാന്നേൽ പ്രകടന പത്രിക പറഞ്ഞിരുന്നതാണ് ഇവർക്ക് 21,000 രൂപ കൊടുക്കും എന്ന്. അതായത് ഒരു ദിവസം 700 രൂപ വെച്ച് ഒരു മാസം 21,000 രൂപ കൊടുക്കും, പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി വോട്ട് പിടിച്ചതാണ്. അപ്പോൾ അത് കൊടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ നട്ടെല്ലുണ്ടായിട്ടാണ് ഇവർ സമരത്തിനിറങ്ങിയെന്നുള്ളത് ഈ മഹതി ഓർത്തില്ല, മനസ്സിലാക്കിയില്ല. അതിപ്പോൾ ആരുടെ കുഴപ്പമാണ്? നട്ടെല്ലുള്ളവരെ കണ്ടു കഴിയുമ്പോൾ, നട്ടെല്ലുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ നട്ടെല്ലില്ലാത്തവർക്ക്, അല്ലെങ്കിൽ 100 ഈ കള്ളം പറയാനും ആളുകളെ പറ്റിക്കാനും ഒരുപാട് നട്ടെല്ലുകൾ കൈ കൊണ്ട് ബാഗിലും തലയ്ക്കകത്തും നട്ടെല്ല് കൊണ്ട് നടക്കുന്നവർക്ക് ഈ ചങ്കൂറ്റത്തോടെ സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ ഇതുപോലെ അധിക്ഷേപിക്കണം എന്ന് തോന്നുന്നത് സ്വാഭാവികം. ഇവരുടെ നേതാക്കന്മാരെല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അധിക്ഷേപിച്ച് കൊണ്ട് നടക്കുന്നതാണ്. ഒരു ഗോപിനാഥനും പറയുന്ന CITയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ചെന്നിട്ട് കൊടയും കൊടുത്തിട്ട് ഉമ്മയും കൊടുക്കുന്നത്. ഇയാൾ ഈ പറയുന്നവരെ എല്ലാം അപ്പം ഈ ബിന്ദുവിൻ്റെ പാർട്ടിക്കാരനാണ് അയാൾ. അപ്പോൾ ഇയാളുടെ തൊഴിലെല്ലാം ഈ ബിന്ദുവിൻ്റെ അടുത്തെല്ലാം ഇത് തന്നെ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒക്കെ ഇതുവരെ അതേപോലെ മറ്റേ പണി ഒരു മണിയെന്നും പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹമാണ് എന്തുമായിരുന്നു ഈ പണ്ട് ഈ സമരം ചെയ്ത ഗോമതിയെക്കുറിച്ചൊക്കെ പറഞ്ഞത്, മറ്റേ പണിയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മൊത്തം പറയുന്നതെല്ലാം ഇതേപോലുള്ള വിവരക്കേടും അധിക്ഷേപവും ഒക്കെ ആയതുകൊണ്ട് ഈ ബിന്ദു ഈ പറഞ്ഞതിലും നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല. അവരുടെയൊക്കെ പാർട്ടി അവരെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, ആ CPM എന്ന് പറയുന്ന പാർട്ടി മറ്റ് സമൂഹത്തിലുള്ളവരെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരക്കാരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.